വാളശ്ശേരിയിൽ റിവർ സ്വിമ്മിംഗ് ക്ലബിൻ്റെ സൗജന്യ നീന്തൽ പരിശീലനം സമാപിച്ചു. 6 വയസ്സുകാരൻ തുടങ്ങി 70 വയസ്സുകാരൻ വരെ ഇന്ന് പെരിയാറിൽ നീന്തിയത് 1 കിലോമീറ്ററോളം. ആലുവ മണപ്പുറം മണ്ഡപം കടവിൽ നിന്നും രാവിലെ 9-ന് ആരംഭിച്ച നീന്തൽ 9:30-ക്ക് മണപ്പുറം ദേശം കടവിൽ അവസാനിച്ചു. 6 വയസ്സുകാരൻ കേദാറും 70 വയസ്സുകാരൻ അസീസുമടക്കം 419 പേരാണ് ഇന്ന് 1 കിലോമീറ്ററോളം പെരിയാറിൽ നീന്തിയത്. നീന്തൽ പരിശീലനം പൂർത്തിയാക്കിയ 2986 പേരിൽ 419 പേരാണ് ഇന്ന് നീന്തിയത്. എൻ്റെ പേര് മിതു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്കിപ്പോൾ ഉള്ളത്. എന്താ പറയുക, കുറേ നാളുകളായിട്ട് ആഗ്രഹിച്ചൊരു സുദിനമാണിത്. അതിന് സജി സാറിനോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഒട്ടും നീന്തൽ അറിയില്ലായിരുന്നു, പുഴ പേടിയായിരുന്നു, വെള്ളവും പേടിയായിരുന്നു. പക്ഷേ 16 ദിവസം കൊണ്ട് സാറ് വളരെ എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഓരോ ക്ലാസ്സുകളും ഇവിടെ സാറ് നൽകുന്നത്. നമ്മുടെ ഭയം എല്ലാം മാറിയിട്ട് തന്നെയാണ് നമ്മളെ സാറ് ക്രോസിങ്ങിന് കൊണ്ടുപോകുന്നതും. ഇന്നിപ്പോൾ 2 പ്രാവശ്യം ഞങ്ങൾ ക്രോസ് ചെയ്തു. എന്താ ഈ പുഴ ഇങ്ങനെ ഒഴുകുമ്പോൾ ശരിക്കും എന്ത് ടെൻഷനായിരുന്നു അറിയോ. ഈ ആലുവക്കാരി ആണെങ്കിൽ കൂടിയും പുഴയിൽ ഇറങ്ങാനൊക്കെ ഭയപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പക്ഷെ അതൊക്കെ ഇത്രയും ഇതാക്കി തന്നത് സാറ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്താ പറയുക, ഒരു അവധി ദിവസം നോക്കാതെ ഒന്നും നോക്കാതെയാണ് സാറ് ഇവിടെ ഞങ്ങൾക്ക് ക്ലാസ് തന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ സാറിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു ടീമുണ്ട്. ഒന്നും നോക്കാതെ സാറിന് വേണ്ടി അവർ എന്തും ചെയ്യുന്ന ഒരു ടീമുണ്ട്. അവരും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ വാക്കുകളില്ല പറയാനായിട്ട്. താങ്ക് യു. നീന്തലറിയാത്ത ചെറുപ്പക്കാരെ 70 വയസ്സായ എനിക്ക് നീന്തി കിടക്കാമെങ്കിൽ നിങ്ങൾക്കിത് എത്രയോ ഈസി ആയിരിക്കും. നിങ്ങളെല്ലാവരും വന്ന് നീന്തൽ പഠിക്കുക. സാറിന്റെ ഏക ലക്ഷ്യമാണ് ഒരാൾ മുങ്ങി മരിക്കാതിരിക്കുക എന്നുള്ളത്. നീന്തല് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നെങ്കിൽ പിന്നെ കുഴപ്പമില്ലായിരുന്നു, പോകാൻ പറ്റും. നല്ല ഒഴുക്കായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമൊക്കെ എനിക്ക് വെള്ളത്തിൽ വരാൻ പേടിയായിരുന്നു. പിന്നെ ഇവിടെ പഠിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വരാൻ. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറാനൊന്നും തോന്നില്ല. നല്ല ഒഴുക്ക്, ആരും പുഴയിൽ ഇറങ്ങാൻ പേടിക്കുന്ന ഒരു സമയത്ത് 419 പേരെ ഒരുമിച്ച് നീന്തിച്ചത്. നീന്തൽ വേറെ ഈസിയാണ്. വെള്ളം നമ്മൾ പേടിക്കേണ്ട കാര്യമില്ലാന്ന് എല്ലാവരും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നീന്തൽ അറിയാൻ പാടില്ലാത്ത എല്ലാവരും വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി എല്ലാവരും നീന്തൽ പഠിച്ചു കഴിഞ്ഞാൽ മുങ്ങി മരണങ്ങൾ ഇല്ലാതെയാക്കാൻ നമുക്ക് കഴിയും. ആ ലക്ഷ്യം അത് എല്ലാവരെയും കാണിച്ചു കൊടുക്കുക എന്നാണ് ഇന്നത്തെ മെഗാ ക്രോസിങ്ങിൻ്റെ ഉദ്ദേശം. ആരും മുങ്ങി മരിക്കരുത്. ഇന്ന് 5.5 വയസ്സ് തുടങ്ങി 70 വയസ്സ് വരെയുള്ള 419 പേരാണ് സ്ത്രീകളടക്കം ഇവിടെ നീന്തി കടന്നത്. എൻ്റെ പേര് തരുടി. ഞാനിവിടെ പഠിക്കാൻ വന്നായിരുന്നു നീന്തൽ. ഇവിടെ 16 ദിവസം എടുത്തു ഞാൻ ഈ നീന്തൽ പഠിക്കാനായിട്ട്. ഇവിടെ 2 ക്രോസിംഗ് നമ്മൾ ചെയ്തു. അതുകൊണ്ട് നീന്താൻ പേടിയൊന്നും ഉണ്ടായില്ല. പക്ഷേ ലാസ്റ്റ് ക്രോസിങ്ങിന്റെ അന്ന് ചെറുതായിട്ടൊരു പേടി ഉണ്ടായി, ഒഴുക്ക് കണ്ടപ്പോ. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സുരക്ഷ ആയിരുന്നോണ്ട് അടിപൊളിയായിരുന്നു. 15 വയസ്സിൽ താഴെയുള്ള 150ഓളം കുട്ടികൾ ഇതിൽ ഉൾപ്പെടും. 2024 നവംബർ 1-ന് ആരംഭിച്ച സൗജന്യ നീന്തൽ പരിശീലനം ഇന്ന് സമാപിച്ചു. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന സന്ദേശവുമായി സജി വാളശ്ശേരിയുടെ നേതൃത്വത്തിൽ ആലുവ മണപ്പുറം ദേശം കടവിൽ സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. നീന്തൽ ആലുവ മുനിസിപ്പാലിറ്റി കൗൺസിലർ VN സുനീഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇക്കഴിഞ്ഞ പാരാ ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് നീന്തിയ ആസിം വെളിമണ്ണയും വേമ്പനാട്ടുകായൽ ആദ്യമായി കുറുകെ നീന്തി ചരിത്രം രചിച്ച രതീഷ് തുടങ്ങി ശാരീരിക പരിമിതികളുള്ള 10ഓളം വ്യക്തികളെ ഇവിടെ നീന്തൽ പഠിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.